Find number of arrangements of letter Anand. In how many of these arrangements words start with D? All vowels occur together. All vowels do not occur together. Begin with N and N ends with D. ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് വവൽസ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, വവൽസ് ഒരുമിച്ച് ഒക്കർ ചെയ്യാത്ത എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, എന്നിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആനന്ദ് എന്ന് പറഞ്ഞ വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ANAND. അങ്ങനെ 5 ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 5 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര അധികം വേർഡ്സ്, ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എത്ര അധികം വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആനന്ദ് എന്നുള്ള വേർഡിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ A അതിൽ 2 പ്രാവശ്യം ഉണ്ട്, 2 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ആയതുകൊണ്ട് 2 ഫാക്ടോറിയൽ. പിന്നെ N എന്ന് പറഞ്ഞ ലെറ്റർ അതും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 2 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ആൻസർ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2 × 3 × 4 × 5 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എത്രയാണ്? 1 × 2. 2 ഫാക്ടോറിയൽ വീണ്ടും 1 × 2. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 30 കിട്ടും. 30 വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ എഴുതിയിരിക്കണം ABCD എന്നുള്ളത് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓർഡറല്ല. അപ്പോൾ ഞാൻ എന്താ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. അങ്ങനെ ഫസ്റ്റ് ലെറ്റർ D ആയിട്ട് എത്ര വേർഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ 5 ലെറ്റർ ഉള്ളതിൽ ഫസ്റ്റ് ലെറ്റർ തീരുമാനമായി. അപ്പോൾ ബാക്കി ഇനി എത്ര ഉണ്ട്? 4. അപ്പോൾ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അതിൽ A 2 പ്രാവശ്യം ഉണ്ട്, അപ്പോൾ 2 ഫാക്ടോറിയൽ. N 2 പ്രാവശ്യം ഉണ്ട്, അപ്പോൾ വീണ്ടും 2 ഫാക്ടോറിയൽ. അപ്പോൾ ആൻസർ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ആൻസർ 6 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ എഴുതിയിരിക്കുന്ന ഓർഡറിലാണെങ്കിൽ, അതായത് എന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിയിൽ അവസാനിക്കുന്ന, അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ എത്ര അറേഞ്ച്മെൻറ്റ്സ് നടത്താമെന്ന്. അപ്പോൾ N എത്ര എണ്ണം ഉണ്ട്? ഇതിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 2 ഫാക്ടോറിയൽ എന്ന് എഴുതി ഇൻറ്റു, ഇപ്പോൾ N 2 എണ്ണം മാറ്റി നിർത്തിയ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആ 3 എണ്ണത്തിൽ A 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ക്യാൻസലായി 3 ഫാക്ടോറിയലാണ് ആൻസർ. അതായത് ആൻസർ 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എത്ര അറേഞ്ച്മെൻറ്റ്സിൽ വവൽസ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വവൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AEIOU ആണ്. ഈ ആനന്ദ് എന്ന് പറഞ്ഞ ഈ വേർഡിൽ ഒരു വവലാണുള്ളത് A. എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. ഈ 2 പ്രാവശ്യമുള്ള ഈ Aനെ നമ്മൾ ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 ഫാക്ടോറിയൽ കിട്ടും. 5 എണ്ണമാണ്, അതിൽ ഒരെണ്ണം വവലാണെന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ 2. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 12 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വവൽസ് ഒരുമിച്ച് വരരുത്, അങ്ങനെ എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ മൊത്തം നമുക്കറിയാം, ഈ ആനന്ദ് എന്ന് പറഞ്ഞ വേർഡിൽ നമുക്ക് 30 തരത്തിൽ ഇത് അറേഞ്ച്മെൻറ്റ് നടത്താം. ഈ 30 തരത്തിൽ അറേഞ്ച്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞാൽ അതിൽ 12 എണ്ണത്തിൽ വവൽസ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 30 - 12, അതായത് 18 ഇതിൽ വവൽസ് ഒരുമിച്ച്, 18 അറേഞ്ച്മെൻറ്റ്സിൽ വവൽസ് ഒരുമിച്ച് വരുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഹൗ മെനി 2-digit numbers can be formed from digits 1, 2, 3, 4, 5 if repetition is allowed, repetition not allowed. നമ്മുടെ കയ്യിൽ 1, 2, 3, 4, 5 എന്നുള്ള ഡിജിറ്റ്സ് ഉണ്ട്. ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2-digit നമ്പർ ഉണ്ടാക്കണം. 2 നമ്പർ വരുന്ന, അതായത് 2-digit നമ്പേഴ്സ് പറഞ്ഞാൽ 10, 11, 12, 13 അങ്ങനത്തെ 2 നമ്പർ വരുന്ന നമ്പേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കണ്ടീഷൻ ഉണ്ട്. റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ളതും റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. റിപ്പീറ്റേഷൻ അലൗഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നമ്പർ ഉണ്ടാക്കാം, 22, 33, 44, അത് വന്നുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡിൽ അങ്ങനത്തെ നമ്പേഴ്സ്, അതായത് രണ്ടും സെയിം നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് 2 നമ്പർ ഉണ്ട്, ഇപ്പോൾ 2 സ്ഥലം ഉണ്ടെന്ന് വയ്ക്കാം. ഫസ്റ്റത്തെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാം?
1 2 3 4 5 ഈ 5 നമ്പേഴ്സ് നമുക്ക് വയ്ക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ 5 നമ്പേഴ്സ് നമ്മൾ 5 എടുത്തു. ഇനി രണ്ടാമത്തെ പ്ലേസിൽ നമുക്ക് റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പോൾ ഈ 5 നമ്പേഴ്സ് നമുക്ക് വീണ്ടും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. 1 2 3 4 5. അപ്പോൾ 5 × 5 25 തരത്തിൽ നമുക്ക് ഡിജിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും, നമ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആയിട്ടുള്ള കേസിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ രണ്ട് കളി വയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കളിയിൽ നമുക്ക് എന്ത് എഴുതാം, 5 തരത്തിലും എഴുതാം. 1 2 3 4 5 5 നമ്പേഴ്സാണുള്ളത്, 5 തരത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ 5 എന്ന് എഴുതി. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് റിപ്പീറ്റേഷൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റത്തിൽ നമ്മൾ 1 എഴുതിയ സെക്കൻഡിൽ 1 പാടില്ല. അതുപോലെ 2 എഴുതിയാണെങ്കിൽ സെക്കൻഡിൽ 2 പാടില്ല. അപ്പോൾ നമുക്ക് ഒരെണ്ണം മൈനസ് ചെയ്യണം, 5 എന്ന് ഒരെണ്ണം മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4. അപ്പോൾ 5 × 4 20. അപ്പോൾ അതാണ്, അങ്ങനെ നമുക്ക് നമ്പേഴ്സ് ഫോം ചെയ്യാം. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ്. 2 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇരട്ടസംഖ്യകൾ. അതായത് 10 12 14 അങ്ങനത്തെ നമ്പേഴ്സില്ല, അതാണ് ഈവൻ നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കുകയാണ്. റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ എങ്ങനെ നമുക്ക് 5 തരത്തിൽ വയ്ക്കാം, 5 തരത്തിൽ നമുക്ക് നമ്പേഴ്സ് വയ്ക്കാം. അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതി. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് 5 തരത്തിൽ വയ്ക്കാൻ പറ്റുമോ, ഇല്ല. കാരണം ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈവൺ ആയിരിക്കണം. അതായത് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ 2ഉം 4ഉം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 2 എന്ന് എഴുതി. 5 × 2 10 ആണ് നമ്മുടെ ആൻസർ. ഇനി റിപ്പീറ്റേഷൻ അലൗഡ് അല്ലാത്ത കേസിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ 2 വെച്ചാൽ സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് 2 വയ്ക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 24 എന്ന് നമുക്ക് എഴുതാം, പക്ഷെ 22 എന്ന് എഴുതാൻ പറ്റില്ല. അതാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ 4 വയ്ക്കുക, സെക്കൻഡ് 4 തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ മാറ്റമൊന്നുമില്ല, 2 തരത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 4 × 2 8. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 ഡിജിറ്റ് OTP ഫോംഡ് ഫ്രം 0 1 2 3 4 5 6 7 8 9. ഇപ്പോൾ 3 ഡിജിറ്റുള്ള OTP ആണ് ഫോം ചെയ്യേണ്ടത്. റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ളതുണ്ട്, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആയിട്ടുള്ളതുണ്ട്. കണ്ടീഷൻ 2 എണ്ണമാണുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ഡിജിറ്റ് എന്ന് പറയുന്നത്, 3 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും സ്റ്റാർട്ടിങ് നമ്പർ എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. അത് നമ്മളൊന്ന് ഓർക്കണം. ബാക്കി 2 പൊസിഷനിലും 0 ആയാലും പ്രശ്നമില്ല. അപ്പോൾ അതാണ് റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള കേസാണ്. നമുക്ക് ഫസ്റ്റ് നമ്പർ എന്തായാലും 0 പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 9, നമുക്കിതിൽ 10 നമ്പേഴ്സ് ഉണ്ടെങ്കിലും 0 നമുക്ക് പറ്റാത്തതുകൊണ്ട് 9 ആണ് നമ്മൾ എഴുതിയത്. പിന്നെ സെക്കൻഡായിട്ട് നോക്കുമ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ 10 എന്ന് എഴുതി. പിന്നെ തേർഡിലും എന്ത് വന്നാലും കുഴപ്പമില്ല, റിപ്പീറ്റേഷൻ അലൗഡ് ആണല്ലോ, അപ്പോൾ 10 എന്ന് എഴുതി. അപ്പോൾ 9 × 10 × 10 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ആദ്യം 9 നമ്പേഴ്സ്, ഫസ്റ്റ് നമ്പർ അപ്പോൾ 9, അത് മനസ്സിലായല്ലോ, 0 വരാത്തതുകൊണ്ടാണ് 9 എഴുതിക്കുന്നത്. പിന്നെ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തം 10 നമ്പർ ഉണ്ട്, അതിൽ ഒരു നമ്പർ കുറച്ചാൽ ബാക്കി 9, അപ്പോൾ 9 എന്ന് എഴുതി. പിന്നെ അടുത്തതിൽ ഒരു നമ്പർ കൂടി കുറയ്ക്കുക, അപ്പോൾ 8. അങ്ങനെ 9 × 9 × 8 ആണ് നമ്മുടെ ആൻസർ. ഫൈൻഡ് n ഇഫ് 2nc3 ഈസ് 2 എന്നുള്ളതാട്ടെ, nc3 = 12:1. ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് റേഷ്യോ ആയിട്ട് എഴുതാം. 2nc3 / nc3 = 12/1. ഇത് റേഷ്യോ ആയിട്ട് എഴുതിയതാണ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 2nc3 = 12nc3. അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഫോർമുല അറിയാം, NCR = n ഫാക്ടോറിയൽ / r ഫാക്ടോറിയൽ × n - r ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ 2nc3 നമ്മൾ എങ്ങനെ എഴുതി, 2n ഫാക്ടോറിയൽ / 3 ഫാക്ടോറിയൽ × 2n - 3 ഫാക്ടോറിയൽ. അതുപോലെ തന്നെ 12nc3 നമ്മൾ എങ്ങനെ എഴുതി, 12n ഫാക്ടോറിയൽ / 3 ഫാക്ടോറിയൽ × n - 3 ഫാക്ടോറിയൽ. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ആവുന്ന രീതിയിൽ നമ്മളിത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ 2n ഫാക്ടോറിയൽ നമുക്കറിയാം, അടിയിൽ 2n വരുന്നുണ്ട്. അപ്പോൾ ആ 2n അതുപോലെ തന്നെ എഴുതാം.
മുകളിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു 2n മൈനസ് 3 2n ഫാക്ടോറിയൽ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. പിന്നെ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഓൾറെഡി ക്യാൻസലായി പോയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. 2n മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ എന്താണ് 12n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാത്തത് എന്താ വെച്ചെങ്കിൽ നമുക്കിത് താഴെ ക്യാൻസലായി പോകണം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതാത്തത്. അപ്പോൾ 12 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്താ ഗുണം വെച്ചെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഈ അടിയിലുള്ള 2n മൈനസ് 2ഉം മുകളിലുള്ളതും ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ n മൈനസ് 3ഉം n മൈനസ് 3ഉം ക്യാൻസൽ ചെയ്ത് പോവാം. അങ്ങനെ നമുക്ക് ഉള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 12 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് 4 ഇൻറ്റു 2n മൈനസ് 1 ഈക്വൽ ടു 12 ഇൻറ്റു n മൈനസ് 2 എന്ന് കിട്ടും. അത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ 8n മൈനസ് 4 ഈക്വൽ ടു 12n മൈനസ് 24 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ എന്നെ ഒരു ഭാഗത്തേക്ക് ആക്കി മറ്റേ നമ്പർ ഒരു ഭാഗത്തേക്ക് ആക്കി അപ്പോൾ നമുക്ക് 20 ഈക്വൽ ടു 4n എന്ന് കിട്ടും. അപ്പോൾ n ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഫൈൻഡ് r if 6pr ഈക്വൽ ടു 6pr മൈനസ് 1. ഇതിൽ ആറിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? npr ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 6pr-ഉം 6pr മൈനസ് 1ഉം എഴുതി. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് r ഫാക്ടോറിയലും ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് r മൈനസ് 1 ഫാക്ടോറിയൽ. നമ്മൾ ആ ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതിയതാണ്. ഇനി ഇതിൽ നമ്മൾ ഈ 6 മൈനസ് r മൈനസ് 1 എന്തായിരിക്കും? 7 മൈനസ് r ഫാക്ടോറിയൽ. അത് അത്രയേ ഉള്ളൂ ആ സ്റ്റെപ്പിൽ. ഇനി അപ്പോൾ നമുക്ക് 6 ഫാക്ടോറിയലും അത് നമ്മൾ നോക്കണ്ട, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് 7 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 6 മൈനസ് r ഫാക്ടോറിയലാണ്. അപ്പോൾ ഈ 7 മൈനസ് r ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 7 മൈനസ് r, 7 മൈനസ് r മൈനസ് 1, 7 മൈനസ് r മൈനസ് 2, 7 മൈനസ് r അങ്ങനെ എഴുതാം. 7 മൈനസ് r, 7 മൈനസ് r മൈനസ് 1, 7 മൈനസ് r മൈനസ് 2 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് സംഭവം? 7 മൈനസ് r ഇൻറ്റു 6 മൈനസ് r ഫാക്ടോറിയലാണ് ഈ 7 മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. 7 മൈനസ് r ഇൻറ്റു 6 മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു 6 മൈനസ് r ഫാക്ടോറിയൽ. 6 മൈനസ് r ഫാക്ടോറിയൽ രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 7 മൈനസ് r എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ r ഈക്വൽ ടു 7 മൈനസ് 1 എത്രയാണ്? 6. അപ്പോൾ r ൻ്റെ വാല്യൂ 6 ആണെന്ന് കിട്ടും.